ഹരേ കൃഷ്ണ. ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. കൃഷ്ണ എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കണ്ണ എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ ഏവരുടെയും മനസ്സിൽ തെളിയുന്ന ആദ്യ മുഖം ഗുരുവായൂർ കണ്ണൻ്റെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് വ്രതം എന്ന് കേൾക്കുമ്പോഴും, ഏത് വ്രതത്തെക്കുറിച്ച് പറയുമ്പോഴും ആദ്യം മനസ്സിൽ തെളിയുക ഏകാദശി വ്രതമാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഗുരുവായൂർ ഏകാദശിയാണ്. അത്രയ്ക്കും വിശേഷപ്പെട്ട അല്ലെങ്കിൽ വിശേഷതകളുള്ള ഒരു ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന ഏത് ആഘോഷങ്ങളിലും ഏറ്റവും പ്രസക്തിയുള്ളതും ഏറ്റവും മഹനീയമായിട്ടുള്ളതും ഗുരുവായൂർ ഏകാദശി തന്നെയാണ്. അതായത് വൃശ്ചിക മാസത്തിൽ വരുന്ന ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ഏകാദശിക്ക് ധാരാളം പ്രത്യേകതകളും മഹിമകളുമുണ്ട്. അതിൽ ചിലത് മാത്രം പറയാം. ഗുരുവും വായുവും ചേർന്ന് നമ്മളുടെ ഉണ്ണിക്കണ്ണനെ ഗുരുവായൂർ എന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചത് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയിലാണ്. നാരായണീയം എന്ന മഹാകാവ്യം എഴുതിയ നാരായണ ഭട്ടതിരിപ്പാട്, അതായത് 100ാമത്തെ ദശകം എഴുതി അദ്ദേഹം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ ഭഗവാൻ ദർശനം കൊടുത്തതും ഇതേ ഏകാദശി നാളിലാണ്. മറ്റൊന്നാണ്, അർജുനന് ഭഗവാൻ കൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ഏകാദശി നാളിലാണ്. അതുകൊണ്ടാണ് ഗീതാദിനം എന്നുകൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. മറ്റൊന്നാണ്, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ഭഗവാൻ ദർശനം കൊടുത്തതും ഇതേ ഒരു ദിവസമാണ്. അതിൻ്റെ ഓർമ്മയ്ക്ക് തന്നെയാണ് ഇന്നും ഗുരുവായൂർ അമ്പലത്തിൽ ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത്. ഓർത്തിരിക്കുന്ന മറ്റൊന്നാണ്, ദശമി നാളിൽ കേശവൻ ആനയുടെ പുറത്ത് തിടമ്പ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് കേശവൻ ആനയ്ക്ക് വയ്യാണ്ടായതും ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവത് പാദം പൂകിയതും ഇതേ ഏകാദശി നാളിലാണ്. അങ്ങനെ ധാരാളം പ്രത്യേകതകൾ ഉള്ളതാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത്. ഐശ്വര്യവും ആത്മീയമായ ഉന്നതിക്കും ഭൗതികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും വേണ്ടി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഭക്തി വിശ്വാസത്തോടെയുള്ള ഈശ്വര സേവ തന്നെയാണ്. ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി ഡിസംബർ 11-നാണ്. നമുക്കെല്ലാവർക്കും ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ ഈ വരുന്ന ഗുരുവായൂർ ഏകാദശി എങ്ങനെയൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. 3 ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം ആചരിക്കുക. ദശമി മുതൽ വ്രതം ആരംഭിക്കുന്നു. അന്നേ ദിവസം ഒരു നേരം മാത്രം അരിഭക്ഷണം. എന്തെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ മറ്റ് 2 നേരങ്ങളിലും ഫ്രൂട്ട്സോ പാലോ അല്ലെങ്കിൽ അരിയല്ലാത്ത ഭക്ഷണ സാധനങ്ങളോ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏകാദശി ദിവസം അതിരാവിലെ എണീറ്റ് കുളിച്ച് നിലവിളക്കൊക്കെ തെളിയിച്ച് വിഷ്ണു സഹസ്രനാമവും വിഷ്ണു കീർത്തനങ്ങളുമൊക്കെ ആലപിച്ച ശേഷം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കഴിയുന്നത്ര സമയം ക്ഷേത്രത്തിൽ കഴിച്ചുകൂട്ടുക. ഈശ്വര ചിന്തയിൽ പൂർണ്ണമായി ലയിക്കുക. മൗനിയായി ഇരിക്കുന്നത് അത്യുത്തമമായ കാര്യമാണ്. അന്നേ ദിവസം തൈലം, താമ്പൂല ചർവണം എന്നിവ ഒന്നും പാടില്ല. മനഃശുദ്ധി, ശരീരശുദ്ധി, വാക്ശുദ്ധി, ബ്രഹ്മചര്യം എന്നിവ അത്യാവശ്യമാണ്. ഏകാദശി ദിവസം ജലപാനം പോലും ഇല്ലാതെ വ്രതം നോക്കുന്നവരുണ്ട്. അങ്ങനെ നോക്കാൻ ആരോഗ്യസ്ഥിതി ഉള്ളവർക്ക് ആ രീതിയിൽ നോക്കാവുന്നതാണ്, നിർജ്ജല വ്രതമായിട്ട്. ഇനി അതല്ല, ഫ്രൂട്ട്സും പാലും മാത്രം കഴിച്ചുകൊണ്ട് വ്രതം നോക്കാം. അരിയാഹാരം മാത്രം ഒഴിവാക്കി മറ്റ് ധാന്യങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം നോക്കുന്നവരുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ അന്ന് ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണമാണ് അന്ന് ഭക്തർക്ക് കൊടുക്കുന്നത്. ഇനി അതല്ല, തുളസി തീർത്ഥം മാത്രം കഴിച്ചുകൊണ്ട് വ്രതം നോക്കാം. അതെല്ലാം നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ശരീരത്തിൻ്റെ കണ്ടീഷനും ഒക്കെ അനുസരിച്ച് അവനവന് അഭികാമ്യമായ രീതിയിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഹരിവാസര സമയത്ത് പൂർണ്ണ ഉപവാസം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഏകാദശി തിഥിയുടെ അന്ത്യപാദവും ദ്വാദശി തിഥിയുടെ ആദ്യപാദവും ചേർന്ന 30 നാഴികയാണ് ഹരിവാസരം എന്ന് പറയുന്നത്. ഈ സമയം ജലം പോലും ഒഴിവാക്കി വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. ദ്വാദശി നാൾ രാവിലെ കുളിച്ച് നിലവിളക്കൊക്കെ തെളിയിച്ച ശേഷം വിഷ്ണു പൂജയും മറ്റും നടത്തി അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ബ്രാഹ്മണന് ഭോജനമോ ദക്ഷിണയോ വസ്ത്രമോ ഒക്കെ കൊടുത്ത് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അങ്ങനെ പാരണം വീട്ടിയ ശേഷം ഒരു നെല്ലിക്ക കഴിക്കണം എന്ന് പറയുന്നുണ്ട്. നെല്ലിക്ക എന്ന പേര് പറയുന്നില്ല, ദ്വാദശിക്കായ എന്നാണ് പറയുന്നത്. നെല്ലിക്ക സ്വീകരിക്കണം അല്ലെങ്കിൽ ദ്വാദശിക്കായ സ്വീകരിക്കണം. ഏകാദശി വ്രതം അവസാനിപ്പിച്ചതിൻ്റെ ഒരു അടയാളമാണ് ഇതെന്ന് കേൾക്കുന്നു.
എന്തായാലും അങ്ങനെയും ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഏകാദശി ദിവസം ഒരു കാരണവശാലും നെല്ലിക്ക സ്വീകരിക്കരുത്. ദ്വാദശി നാൾ നെല്ലിക്ക സ്വീകരിക്കാവുന്നതാണ്. ഇനി ഈ വർഷത്തെ ഏകാദശി തുടങ്ങുന്ന സമയം നമുക്ക് നോക്കാം. ഡിസംബർ 11 വെളുപ്പിന് 3:42 മുതൽ 12-ാം തീയതി 1:45 വരെയാണ് ഏകാദശിയുടെ സമയം. പാരണയുടെ സമയം ഡിസംബർ 12 6:28 മുതൽ 8:47 വരെയാണ്. അങ്ങനെ നമ്മൾ ഏകാദശി നോക്കുന്നതിൻ്റെ കുറേ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. എന്നാൽ നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങൾ: അരിയാഹാരം കഴിക്കാൻ പാടില്ല, പകലുറങ്ങാൻ പാടില്ല, തലയിൽ എണ്ണ വയ്ക്കാൻ പാടില്ല, കൂടാണ്ട് മനഃശുദ്ധി, വാക്ശുദ്ധി, ശരീരശുദ്ധി, ബ്രഹ്മചര്യം എന്നിവ പൂർണ്ണമായിട്ടും പാലിക്കുക. പൂർണ്ണ സമയവും നമ്മൾ ഈശ്വര ഭജനത്തിനായി വിനിയോഗിക്കുക. പിന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ ചെറിയ ഏറ്റക്കുറച്ചുകൾ, വ്യത്യാസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്നതിൽ യാതൊരു വിധമായ തെറ്റുകളുമില്ല. നമ്മളുടെ ആരോഗ്യസ്ഥിതിയും നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥകളും അറിഞ്ഞ് നമുക്ക് ഭക്ഷണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മളുടെ ഉണ്ണിക്കണ്ണൻ യാതൊരു തരത്തിലും നിങ്ങളോട് ദേഷ്യപ്പെടുവോ കോപിക്കുകയോ ശപിക്കുകയോ ഇങ്ങനെയുള്ള ഒരു ചിന്തയും വേണ്ട. നമ്മുടെ കണ്ണൻ അതൊന്നും കഴിയില്ല. നമ്മുടെ കണ്ണൻ നമ്മളെ സ്നേഹിക്കാനേ കഴിയുള്ളൂ. നമ്മളും അദ്ദേഹത്തെ അതുപോലെ സ്നേഹിക്കുക, ഭക്തിയോടെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ നമ്മുടെ അരികിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും, നിങ്ങളടക്കം ഞാനും നിങ്ങൾക്കും ഈ പ്രാവശ്യത്തെ ഏകാദശി നല്ല രീതിയിൽ, നല്ല മനസ്സോടെ, നല്ല ഭക്തിയോടെ നമുക്ക് നമ്മുടെ കണ്ണനെ പ്രാർത്ഥിച്ച് മനസ്സിൽ ധ്യാനിച്ച് നമുക്കും കൃഷ്ണ ദർശനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.